ടീച്ചേഴ്സ് ഉണ്ട് അവിടെ. അവരെല്ലാം ഓരോരോ ഫീൽഡില് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അതിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ നോക്കി? ആരെങ്കിലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരന്റെ ഫേസ് അവിടെ കാണുന്നുണ്ടോ നോക്കി? ഓക്കെ, അലൻ. അലൻ അതിൽ ആരെയൊക്കെ അറിയാം? അലൻ? അമിതാഭ് ബച്ചൻ, APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. ഓക്കെ, രണ്ടുപേരെ മാത്രമേ അറിയൂ അല്ലേ? ഓക്കെ, വേറെ ആർക്കറിയാം? ഇതിൽ കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയോ? സെൽനക്ക് അറിയോ മോളെ? എനിക്ക് രണ്ടുപേരെ അറിയത്തുള്ളൂ, അമിതാഭ് ബച്ചനും രവീന്ദ്ര ടാഗോറും. അമിതാഭ് ബച്ചനും രവീന്ദ്രനാഥ് ടാഗോറും ഉണ്ട് അല്ലേ? അപ്പൊ ആരൊക്കെ ഉണ്ട്? APJ അബ്ദുൽ കലാം ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്, രവീന്ദ്രനാഥ് ടാഗോറും ഉണ്ട്. നമ്പർ 4 ആർക്കെങ്കിലും അറിയോ നോക്കി? നമ്പർ 4 ബോയ്സ്. പ്ലീസ് നമ്പർ 4 ആരാണത്? ഹസ്ന ഷെറിൻ പറയും മോളെ. ഹസ്ന പറയുമോളെ. ഹസ്ന ആരെങ്കിലും അറിയോ? ഓക്കെ, ജെവിൻ ജേക്കബ്. ടീച്ചർ, എനിക്ക് ഒരാളെ മാത്രമേ അറിയത്തുള്ളൂ. ആരെയാണ്? സലീം അലി. സലീം അലി. ഓക്കെ, സലീം അലിയുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആരാണ് സലീം അലി? ജെവിൻ, സലീം അലി ആരാണ്? അൺമ്യൂട്ട് ചെയ്യുമോനെ? അൺമ്യൂട്ട് ചെയ്യൂ ജെവിൻ. അൺമ്യൂട്ട് ചെയ്യുമോനെ? പക്ഷി നിരീക്ഷകൻ. ഓക്കെ, പക്ഷി നിരീക്ഷകൻ. സലീം അലി ഒരു പക്ഷി നിരീക്ഷകനാണ് അല്ലെ? അപ്പൊ സലീം അലി ഉണ്ട്, അമിതാഭ് ബച്ചൻ, APJ അബ്ദുൽ കലാം, രവീന്ദ്രനാഥ ടാഗോർ. ഇത്രയും പേരെ അറിയാം അല്ലെ? നമ്പർ 4 ആരാണെന്ന് ആർക്കും അറിയില്ല. നമ്പർ 4 ഏഞ്ചൽ. ഓക്കെ മോളെ പറയൂ. ഏഞ്ചൽ. അനിൽ കുംബ്ലെ. ഓക്കെ, അനിൽ കുംബ്ലെ. അനിൽ കുംബ്ലെ ആരാണ്? ആരാണ് അനിൽ കുംബ്ലെ? അനിൽ കുംബ്ലെനെ അറിയാം. അദ്ദേഹം ആരാണെന്ന് അറിയോ? ആർക്കറിയാം? ബോയ്സിന് ആർക്കും അറിയില്ല ആരാണ് അനിൽ കുംബ്ലെന്ന്? അനിൽ കുംബ്ലെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ചാണല്ലേ? ക്രിക്കറ്റ് ഒന്നും കാണാറില്ലേ ബോയ്സ് ആരും? ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ചാണ് അനിൽ കുംബ്ലെ അല്ലെ? അപ്പൊ നോക്കാം. ഫസ്റ്റ് ബോക്സിൽ കുറെ നെയിം കൊടുത്തിട്ടുണ്ട് അല്ലെ? MF ഹുസൈൻ, ലത മങ്കേഷ്കർ, രവീന്ദ്രനാഥ ടാഗോർ, അനിൽ കുംബ്ലെ, അമിതാഭ് ബച്ചൻ, APJ അബ്ദുൽ കലാം, അമർത്യ സെൻ, സലീം അലി അല്ലേ? അപ്പോ നമ്പർ 7 ആരാണെന്ന് അറിയോ? അതില് ഒറ്റ ഫീമെയിൽ നെയിം ആണുള്ളത് അല്ലെ? ലത മങ്കേഷ്കർ. അപ്പൊ നിങ്ങൾക്ക് പറയാലോ നമ്പർ 7 ആരാണ്? ലത മങ്കേഷ്കർ ആണല്ലേ? ബാക്കിയെല്ലാം ആരാണ്? മെയിൽ ആണ് അല്ലെ? അത് മാത്രം എന്താണ്? ഫീമെയിൽ ആണ്. അപ്പൊ അത് നോക്കിയിട്ടെങ്കിലും പറയാലോ നമ്പർ 7 ലതാ മങ്കേഷ്കർ ആണെന്ന്. ഓക്കെ, നമ്പർ 7 ഈസ് ലതാ മങ്കേഷ്കർ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സലീം അലിയാണ് ഫസ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ് പിക്ചർ സലീം അലിയാണ് അല്ലെ? സലീം അലി ആരാണെന്ന് നമ്മുടെ ജെവിൻ പറഞ്ഞു, പക്ഷി നിരീക്ഷകനാണെന്ന് അല്ലെ? ശരിയാണല്ലേ? സലീം അലി ആരാണ്? ഒരു ഓർണിത്തോളജിസ്റ്റ് ആണ് അല്ലെ? നാച്ചുറലിസ്റ്റ് അല്ലെ? പക്ഷികളുടെ നിരീക്ഷണം നടത്തുന്ന ആളാണ് സലീം അലി. ഓർണിത്തോളജിസ്റ്റ്. പക്ഷി നിരീക്ഷകനെ ഓർണിത്തോളജിസ്റ്റ് എന്നാണ് പറയാ. ഓർണിത്തോളജിസ്റ്റ്. ഓക്കെ, എഡ്വിൻ, നിത രണ്ടുപേരും വീഡിയോ ഓഫ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, സലീം അലി ഈസ് ദ ഫേമസ് ഓർണിത്തോളജിസ്റ്റ് ആൻഡ് നാച്ചുറലിസ്റ്റ്. ഓക്കെ, സലീം അലി ഫേമസ് ആയിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനാണ്, അതുപോലെ തന്നെ നാച്ചുറലിസ്റ്റുമാണ്. ഓക്കെ ഓക്കെ, അപ്പോ ഫസ്റ്റ് പിക്ചർ സലീം അലിയാണ്. ഓക്കെ, സലീം അലി ഇസ് എ ഫേമസ് ഓർണിത്തോളജിസ്റ്റ്. ഓക്കെ, അപ്പോ ആരാണ് സലീം അലി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈസ് എ ഫേമസ് ഓർണിത്തോളജിസ്റ്റ്. ഓക്കെ, ഓർണിത്തോളജിസ്റ്റ് പക്ഷി നിരീക്ഷകൻ. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് പിക്ചർ ഈസ് സലീം അലി ഈസ് ദ ഫേമസ് ഓർണിത്തോളജിസ്റ്റ് അല്ലേ? നെക്സ്റ്റ് വൺ നമ്പർ 2. നമ്പർ 2 ആരാണ്? നമ്പർ 2 അതുപോലും കുറെ പേർക്ക് അറിയില്ല അല്ലെ ആരാണെന്ന്?
That is APJ Abdul Kalam. Okay. Number 2. APJ Abdul Kalam. Right there. APJ Abdul Kalam. Okay. Spelling അവിടെ ഉണ്ട്. നോക്കി എഴുതണം. തെറ്റിക്കാൻ പാടില്ല. APJ Abdul Kalam. Okay. Who is APJ Abdul Kalam? ആരാണ് APJ Abdul Kalam? ആരാണ് സിദ്ധാന്ത് കൃഷ്ണ? APJ Abdul Kalam ആരാണ് മോനെ? APJ ആരാണ് മോനെ APJ Abdul Kalam? ആരാണത്? അദ്ദേഹം ആരാണ് APJ Abdul Kalam? ഏഞ്ചൽ പറയുന്നുണ്ട് അല്ലെ? ഏഞ്ചൽ പറയുന്നോളെ. ഏഞ്ചൽ രാഷ്ട്രപതി ആയിരുന്നു അല്ലെ? നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു APJ Abdul Kalam അല്ലെ? നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു അല്ലെ? എന്താണ് മോളെ ഏഞ്ചൽ? ഓക്കെ. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് കൂടിയാണ് APJ Abdul Kalam അല്ലെ? അതുകൂടാതെ നമ്മുടെ 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമാണ് അദ്ദേഹം. അതേസമയം ഒരു എയറോസ്പേസ് സയന്റിസ്റ്റുമാണ് APJ Abdul Kalam. ഓക്കെ. നമ്പർ 2 APJ Abdul Kalam. എഴുതിയോ? നമ്പർ 2 APJ Abdul Kalamന്റെ എന്താണ്? രാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം. പിന്നെ ഇന്ത്യൻ എയറോസ്പേസിലെ ഒരു സയന്റിസ്റ്റ് കൂടിയായിരുന്നു APJ Abdul Kalam. ഓക്കെ. അലൻ എഴുതിയോ മോനെ? അപ്പോ ഫസ്റ്റ് വൺ നമ്മൾ എഴുതി. സലീം അലി is the famous ornithologist and the naturalist. നമ്പർ 2 APJ Abdul Kalam അവർ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ എന്താണ്? എയറോസ്പേസ് സയന്റിസ്റ്റ് കൂടിയാണ് APJ Abdul Kalam അല്ലെ? വളരെ കഷ്ടപ്പാടിലൊക്കെ വളർന്ന് എന്താണ് ചെറുപ്പകാലത്ത് പത്രം വിറ്റിട്ടൊക്കെയാണ് പഠിക്കാനുള്ള പൈസ അദ്ദേഹം കണ്ടെത്തിയത്. അങ്ങനെ പഠിച്ച് ആരായി? വലിയ എയറോസ്പേസ് സയന്റിസ്റ്റുമായി നമ്മുടെയൊക്കെ പ്രസിഡന്റും ആയിരുന്നു. ഓക്കെ. APJ Abdul Kalam. നമ്പർ 3 ആരാണെന്ന് അറിയോ? നമ്പർ 3 that is Amartya Sen. Okay, Amartya Sen. Number 3. Amartya Sen. Right there, Amartya Sen. AMARTYASEN. AMARTYASEN. Amartya Sen. Amartya Sen. Number 3. Amartya Sen. AMARTYASEN. Amartya Sen. Amartya Sen. Number 3. AMARTYASEN. Amartya Sen is the famous Indian economist. Okay. Amartya Sen ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നു. ഓക്കെ. എക്കണോമിസ്റ്റ്. ഓക്കെ. ഫസ്റ്റ് വൺ സലീം അലി is the famous ornithologist ആണ്. സലീം അലി ornithologist. സെക്കൻഡ് APJ Abdul Kalam ആരായിരുന്നു? എയറോസ്പേസ് സയന്റിസ്റ്റുമായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വേണം. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ഓക്കെ. അപ്പോ വേണമെങ്കിൽ അതിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. സലീം അലി ആരാണ്? ഓർണിത്തോളജിസ്റ്റ് ആയിരുന്നു. APJ Abdul Kalam എന്താണ്? സയന്റിസ്റ്റുമാണ്. നമ്മുടെ 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും ആരായിരുന്നു? APJ Abdul Kalam ആയിരുന്നു. നമ്പർ 3 Amartya Sen, Indian economist. He is the famous Indian economist. Amartya Sen, famous Indian economist. Okay. Amartya Sen, famous Indian economist. എഴുതിയോ? Amartya Sen. Amartya Sen എഴുതിയോ എല്ലാരും? ആരാണ് Amartya Sen? Who is Amartya Sen? The famous Indian economist. Okay, economist. Number 4, Anil Kumble. Number 4, Anil Kumble. Anil Kumble. Number 4, ANILKUMBLE. Anil Kumble. Anil Kumble. Number 4, Anil Kumble. Okay. എല്ലാരും എഴുതി? ആസിയ സഫ എഴുതിയ മോളെ? ഇത് നമ്പർ 4 Anil Kumble. Number 4 Anil Kumble. Asia, listen. Number 1 Salim Ali is the famous ornithologist. And listen,
Number 2, APJ Abdul Kalam. Number 2, page number 206, famous Indians. 206, famous Indians. Okay. Number 1, Salim Ali is the famous ornithologist. ആരാണ്? പക്ഷി നിരീക്ഷകനായിരുന്നു സലീം അലി. Famous ornithologist and naturalist. And number 2, APJ Abdul Kalam. Hasya listen right there. APJ Abdul Kalam. Number 2, APJ Abdul Kalam is the famous aerospace scientist and our 11th president of India. Okay. APJ Abdul Kalam. Number 2 picture. And number 3, Amartya Sen. Amartya Sen. Number 3, Amartya Sen. AMARTYASEN. Amartya Sen is the famous economist. Famous Indian economist. Okay. Number 3, Amartya Sen. Number 1, Salim Ali is the famous ornithologist and naturalist. Number 2, aerospace scientist and 11th president of India, APJ Abdul Kalam. Number 3, Indian economist, Amartya Sen. Amartya Sen. Number 4, Anil Kumble, Indian cricket coach. Indian cricket in the coach ആയിരുന്നു അദ്ദേഹം. Started career in the age of 18 years. 18 years എന്താണ് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കോച്ചാണ് അനിൽ കുംബ്ലെ. ഓക്കെ. ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ച്. നമ്പർ 4, അനിൽ കുംബ്ലെ. ആസി എഴുതിയ മോളെ? ഓക്കെ. നമ്പർ 4, അനിൽ കുംബ്ലെ. ഇതൊക്കെ എക്സാമിന് ഉണ്ടാവും, അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഈ പോർഷൻ വരെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്പർ 4, അനിൽ കുംബ്ലെ. നമ്പർ 5 ആരാന്നറിയോ? 5. ഓക്കെ. സന പറയുന്നുണ്ട് മോളെ. സന. ഓക്കെ. പറയും മോളെ സന. അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. Rabindranath Tagore. Number 5 is Rabindranath Tagore. Who is Rabindranath Tagore? Rabindranath Tagore കുറിച്ച് കേട്ടിട്ടുണ്ടോ? Rabindranath Tagore ആരാണ്? Is a poet, writer, composer, philosopher, painter ഒക്കെയാണ് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ? അദ്ദേഹം ഒരു പോയറ്റർ ആണ്, റൈറ്റർ ആണ്, കമ്പോസർ ആണ്, painter ആണ്, ഒക്കെയാണ് രവീന്ദ്രനാഥ ടാഗോർ അല്ലെ? You heard about Rabindranath Tagore? Rabindranath Tagore. Number 5 is a famous poet, writer, philosopher, composer, painter, എല്ലാമാണ് അല്ലേ? ഓക്കെ. പോയിറ്റ്, റൈറ്റർ, കമ്പോസർ, ഫിലോസഫർ, പെയിന്റർ ഒക്കെയാണ് രവീന്ദ്രനാഥ ടാഗോർ. നമ്പർ 5 രവീന്ദ്രനാഥ ടാഗോർ. നമ്പർ 6 എല്ലാവർക്കും അറിയാമല്ലേ? നമ്പർ 6 ഫേമസ് ഇന്ത്യൻ ഫിലിം ആക്ടർ ആണല്ലേ അദ്ദേഹം? ഫേമസ് ഫിലിം ആക്ടർ. ഓക്കെ. അമിതാഭ് ബച്ചൻ അല്ലേ? ഓക്കെ. അമിതാഭ് ബച്ചൻ. നമ്പർ 6 അമിതാഭ് ബച്ചൻ. Okay. Number 1, Salim Ali is the famous ornithologist and naturalist. Number 2, APJ Abdul Kalam, aerospace scientist and 11th president of India. And number 3, Amartya Sen, famous Indian economist. Number 4, Anil Kumble, famous Indian cricket coach. Okay. Number 5, Rabindranath Tagore is the famous philosopher, writer, poet and എന്താണ്? കമ്പോസർ, പെയിന്റർ ഒക്കെയാണ് രവീന്ദ്രനാഥ ടാഗോർ. നമ്പർ 5 രവീന്ദ്രനാഥ ടാഗോർ. ഗൈസ് എന്താണ് മോൻ ഇത്ര ലേറ്റ് ആയത് ക്ലാസ്സില്? ഓക്കെ. നമുക്ക് എക്സാമിന് വേണ്ടി ഈ പോർഷൻ വരെയാണ് ഉണ്ടാവുക, ഫേമസ് ഇന്ത്യൻസ് വരെ. അപ്പോ ക്ലാസ്സില് ലേറ്റ് ആയി കയറിയവര് മുഴുവൻ എന്ത് ചെയ്യണം? യൂട്യൂബ് വീഡിയോ കാണണം. ഈ പോർഷൻ വരെയാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. എഡ്വിൻ എന്താണ് മോനെ വീഡിയോ ഓഫ് ചെയ്തത്? എഡ്വിൻ എന്താണ് ചെയ്യുന്നത് മോനെ? വീഡിയോ ഓഫ് ചെയ്തത്. ഓക്കെ. അപ്പോ നമ്പർ 6 അമിതാഭ് ബച്ചൻ ഈസ് എ ഫേമസ് ഇന്ത്യൻ ആക്ടർ. ഓക്കെ. അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണ് അല്ലെ? ഇന്ത്യൻ ഫിലിം ആക്ടർ ആണ് അല്ലെ അമിതാഭ് ബച്ചൻ. നമ്പർ 6 അമിതാഭ് ബച്ചൻ. നമ്പർ 7 ലതാ മങ്കേഷ്കർ. ഷീസ് ലതാ മങ്കേഷ്കർ. നമ്പർ 7 ലതാ മങ്കേഷ്കർ. നോക്കിട്ട് എഴുതുക. ലതാ മങ്കേഷ്കർ. LATAMANGESHKAR. ലതാ മങ്കേഷ്കർ. ലതാ LATAMANGESHKAR. ലതാ മങ്കേഷ്കർ. എഡ്വിൻ എഴുതിയോ മോനെ?
Lata Mangeshkar. Nida എന്താണ് മോളെ? നിത വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് മോളെ. Okay, listen. Number 1, Salim Ali. ഇടയ്ക്ക് ഏതെങ്കിലും വിട്ടുപോയിട്ടുള്ളവര് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമ്പർ 1 എന്താണ്? സലീം അലി ആണ് അല്ലെ? അവിടെ കൊടുത്തിട്ടുണ്ട്. സലീം അലി ഇസ് ദ ഫേമസ് ഓർണിത്തോളജിസ്റ്റ് ആൻഡ് ദ നാച്ചുറലിസ്റ്റ്. നമ്പർ 2, APJ Abdul Kalam ഈസ് ദ ഫേമസ് ഇന്ത്യൻ എയറോസ്പേസ് സയന്റിസ്റ്റ് ആൻഡ് എന്താണ് 11th president of our India. And number 3, Amartya Sen is famous Indian economist. And number 4, Anil Kumble is the Indian cricket coach. Okay, famous Indian cricket coach. Okay. Number 5, Rabindranath Tagore is the poet, writer, philosopher, and everything. Okay. Number 5, Rabindranath Tagore. Number 5. Number 6, Amitabh Bachchan. Number 6, Indian film actor, famous film actor, Amitabh Bachchan. Okay. Okay. Okay, Fatima Sharma. Okay. Number 7, Lata Mangeshkar. Who is Lata Mangeshkar? Arana Lata Mangeshkar? Ariyo? Lata Mangeshkar. Lata Mangeshkar. Lata Mangeshkar is the famous playback singer. Another or singer ആണ് Lata Mangeshkar, the famous playback singer. Okay. Nida Fatima, what are you doing there? Shamavi, രണ്ടുപേരും വീഡിയോ ഓഫ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഓഫ് ചെയ്ത് എത്ര പ്രാവശ്യം പറഞ്ഞു? എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്? ഇത് എഴുതിയോ മോളെ? Show me your textbook. കാണിച്ചു ഇതാ എഴുതിയത്. Show me your textbook. Okay, കുറച്ചുകൂടി ഇങ്ങോട്ട് സൂം ചെയ്ത് മോളെ. നന്നായിട്ട്. ലതാ മങ്കേഷ്കർ എഴുതിയോ? Number 7. Number 7. Okay, listen. Number 7, Lata Mangeshkar. Right there. Lata Mangeshkar. Ellaru ezhudiyo. Lata Mangeshkar is the famous playback singer. Okay. Playback singer aanu Lata Mangeshkar. Then okay. 8 is M.F. Hussain. ഒരു പേര് മാത്രമാണ് പിന്നെ ബാക്കിയുള്ളത് അല്ലെ? M.F. Hussain. Number 8, M.F. Hussain. ഫേമസ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം. ഒരു പെയിന്റർ ഒക്കെയാണ് M.F. Hussain. ഫേമസ് ആർട്ടിസ്റ്റ്. ഓക്കെ. M.F. Hussain. M.F. Hussain. Number 1, Salim Ali is the famous ornithologist and naturalist. Number 1, Salim Ali. Listen. Number 1, Salim Ali is the famous ornithologist and naturalist. And number 2, APJ Abdul Kalam. Number 2, APJ Abdul Kalam is the famous Indian aerospace scientist and 11th president of our India. Number 2, APJ Abdul Kalam. And number 3, Indian economist ആണ് Amartya Sen is the famous Indian economist. Amartya Sen is the famous Indian economist. And number 4, Anil Kumble is the Indian cricket coach. Anil Kumble, Indian cricket coach. And number 5, Rabindranath Tagore is the famous philosopher, composer, writer, poet and etc. Rabindranath Tagore. And number 6, famous Indian film actor Amitabh Bachchan. Number 6, Amitabh Bachchan. And number 7, Lata Mangeshkar is the famous playback singer. Okay. Number 8, M.F. Hussain is the famous artist. M.F. Hussain. M.F. Hussain. Okay. Number 1, Salim Ali, famous ornithologist. That is Radhika. Salim Ali is the famous ornithologist. Who is Salim Ali? He is the famous
ornithologist. And number 2, APJ Abdul Kalam. Number 3, Amartya Sen. Number 4, Anil Kumble. Number 5, Ravindranath Tagore. Number 6, Amitabh Bachchan. Number 7, Lata Mangeshkar. Number 8, Emma Hussain. Okay, clear? Is it clear? Okay. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഫസ്റ്റ് പേജ് എടുക്കാം. സോറി, ജികെന്റെ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പേജ് എടുക്കാം. എന്താണ്? ഗസ് അവർ നെയിം ആണ് അല്ലെ. കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഒക്കെ നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. എന്താണ്? ക്യാമലിന്റെ ഒക്കെ ഹമ്പ്, അങ്ങനെ കുറെ ബോഡി പാർട്സ് അവിടെ തന്നിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് ഏതാണ് ആനിമൽ എന്ന് ഫൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സെക്കൻഡ്, ദ കിങ് ഓഫ് ഫ്രൂട്ട്സ് ആണ് അല്ലെ. എന്താണ്? ഒരു ട്രീ തന്നാല് അതിന്റെ പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് പോർഷൻ. ആൻഡ് തേർഡ്, ഫിക്ഷൻ ഫ്രണ്ട്സ് ആണ് അല്ലെ. ഇതൊന്നും വിട്ട് കളയാൻ പാടില്ല. ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ ഉണ്ടായിരുന്നു എഴുതി, ഇത് നമ്മള് വിടാൻ പാടില്ല. ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. എന്താണ്? ഫിക്ഷൻ ഫ്രണ്ട്സ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഹിസ് ഫേമസ് ക്യാരക്ടേഴ്സ് ഫ്രം സ്റ്റോറി ബുക്സ് ആൻഡ് കോമിക്സ്. ചൂസ് ഫ്രം ദ ബോക്സ് അല്ലെ. ഫസ്റ്റ് നമുക്ക് പറയാം, എ ജീനി ഫ്രം എ മാജിക് ലാംപ് ഹെൽപ്ഡ് ഹിം ഈസ് അല്ലാഡീൻ ആണ് അല്ലെ. ജീനി ഫ്രം എ മാജിക് ലാംപ്. ഇപ്പൊ എഴുതാൻ വിട്ടുപോയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റി എഴുതിയവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ജീനി ഫ്രം എ മാജിക് ലാംപ് ഈസ് അല്ലാഡീൻ. സെക്കൻഡ് വൺ, ഹർ സ്ലിപ്പേഴ്സ് വർ മെയ്ഡ് ഓഫ് ഗ്ലാസ്. എന്താണ്? ഗ്ലാസ് കൊണ്ടുള്ള സ്ലിപ്പേഴ്സ് ഉള്ള ആൾ. ഹർ സ്ലിപ്പേഴ്സ് വർ മെയ്ഡ് ഓഫ് ഗ്ലാസ്. സിൻഡ്രല്ല. നമ്പർ 2, സിൻഡ്രല്ല. ആൻഡ് നമ്പർ 3, ദിസ് ബോയ് നെവർ ഗ്രൂ അപ്പ്. ആരാണത്? ദിസ് ബോയ് നെവർ ഗ്രൂ അപ്പ്. പീറ്റർ പാൻ. പീറ്റർ പാൻ അല്ലേ? ഓക്കെ, നമ്പർ 3, this boy never grew up. And 4, she got lost in Wonderland. Alice. Alice in Wonderland അല്ലേ. She got lost in Wonderland. And number 5, he studies magic at the Hogwarts School of Witchcraft and Wizardry is Harry Potter. That is Harry Potter. Okay, Harry Potter. എന്താണ് മോനെ അലൻ? What happened? എന്താണ് അലൻ? I don't know Alan what happened. Okay, listen. Number 5, he studies magic at the Hogwarts School of Witchcraft and Wizardry is Harry Potter. Okay. Number 6, this friend of Chacha Chowdhury is from Jupiter. Sabu, friend of Chacha Chowdhury, Sabu. And this boy grew up in a jungle. This boy grew up in a jungle is Mowgli. Okay, this boy grew up in a jungle. Mowgli. And this girl was the size of a thumb. Thumb in the size of a girl, Thumbelina. Size of a thumb. Thumb in the size of a girl, Thumbelina. And he took away all the children of the town. He took away all the children of town. Pied Piper of Hamelin. Pied Piper of Hamelin. Okay. This flying superhero wears a cape and a black mask. Cape or black mask ധരിച്ചിട്ടുള്ള ഒരാള്. This flying superhero wears a cape and a black mask. That is Batman. Okay, Batman. First one Aladdin, second one Cinderella, third one Peter Pan, fourth one Alice, fifth one Harry Potter, sixth Sabu, seventh Mowgli, and eighth size of a thumb, Thumbelina, ninth Pied Piper of Hamelin, and last Batman. Okay. Batman. Next question. A bunch of keys. The keyboard of a computer has many types of keys in the keyboard below. Color the keyboard. Keyboard color ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്.
ലാസ്റ്റ് എന്താണ് കുറെ ക്വസ്റ്റ്യനും ഉണ്ടല്ലേ. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു ഗിവ് സ്പേസ് ബിറ്റ്വീൻ വേർഡ്സ് അല്ലേ, സ്പേസ് ബാർ ആണ്. വിച്ച് കീ ടൈപ്സ് ലെറ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ ക്യാപ്സ് ലോക്ക്. വിച്ച് കീ ഇറേസസ് ടൈപ്ഡ് ക്യാരക്ടേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ദ കഴ്സർ ഡിലീറ്റ്. Which key erases the typed character to the left of the cursor backspace, and which key moves the cursor to the next line. Enter. Clear? Clear? And land and water അല്ലേ, ഇതൊക്കെ നമ്മൾ എടുത്ത പോർഷൻസ് ആണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. എക്സാമിന് വേണ്ടി നിങ്ങൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എന്താണ് അതില് കോണ്ടിനെന്റ്സും ഓഷ്യൻസും ആണ് അല്ലെ. കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ്. കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് 1 to 7 കോണ്ടിനെന്റ്സ് ആണ് ആൻഡ് 4 ഓഷ്യൻസും ഉണ്ട് അല്ലെ. അപ്പൊ നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ദീസ് ആർ ദ കോണ്ടിനെന്റ്സ് ആണ് അല്ലെ. അറ്റ്ലാന്റിക്, പസഫിക്, ആർട്ടിക്, ഇന്ത്യൻ ഇത് ഓഷ്യനുമാണ്. അപ്പൊ ഏതൊക്കെയാണ് കോണ്ടിനെന്റ്സ്, ഏതൊക്കെയാണ് ഓഷ്യൻസ് എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ് വണ്ടേഴ്സ് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. എന്തൊക്കെയാണ് ഗോൾ ഗുംബസ്, സാഞ്ചി സ്തൂപ, ഹവ മഹൽ, വിക്ടോറിയ മഹൽ, ബുലന്ദ് ദർവാസ, ലോട്ടസ് ടെമ്പിൾ, സൺ ടെമ്പിൾ. ഇതൊക്കെ നമ്മൾ എഴുതിയതാണ്. 1, 2, 3 ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് സെന്റൻസോ പാരഗ്രാഫോ എഴുതേണ്ടതാണെങ്കിൽ എനിക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല, കൃത്യമായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, വൈസ് വേർഡ്സ് അല്ലേ. പിന്നെ നമ്മൾ ചെയ്തത് വൈസ് വേർഡ്സ് ആണ്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് is not gold. Better to be safe than sorry. First come, first serve. A friend in need is a friend indeed. United we stand, divided we fall. Slow and steady wins the race. Empty vessels make the most noise. Birds of a feather flock together. The early bird catches the worm. A stitch in time saves nine. Okay, clear? ഇതൊക്കെ നമ്മള് ക്ലാസ്സിൽ ചെയ്തതാണ്, എഴുതിയതാണ് അല്ലെ. ഇതെല്ലാം നമ്മൾ 1 or 2 ക്ലാസ്സിൽ പറയും എഴുതുക ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ എന്താണ് അമേസിംഗ് ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലെ. അമേസിംഗ് ആനിമൽസ്. A crocodile sheds tears when it has its meal അല്ലെ. Because if their tears contain protein and minerals അല്ലെ. ക്രോക്കോഡൈലിന്റെ ടീയേഴ്സിൽ എന്തുണ്ട്, പ്രോട്ടീൻസും മിനറൽസും ഉണ്ട്. അതുകൊണ്ട് എന്താണ് that sheds tears when it has its meal അല്ലെ. അതിന്റെ ഭക്ഷണം ഉള്ള സമയത്ത് എന്താണ് അത് ടീയേഴ്സ് ഷെഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then an owl cannot see in total darkness. Third one, the egg of an ostrich is as big as a watermelon. A rat can live without water longer than a camel. A rat can live without water longer than a camel. A kiwi is a bird without wings, so it cannot fly. A kiwi is a bird without wings. Wings ഇല്ലാത്ത ഒരു bird ആണ് ഒരു kiwi. So it cannot fly, but it can run. അതുകൊണ്ട് തന്നെ ഇതിന് fly ചെയ്യാൻ പറ്റില്ല, but it can run. Okay. A hippopotamus can run faster than a human. Hippopotamus can run faster than a human. And a seahorse can hold object with its tail. Seahorse can hold object with its tail. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതല്ലേ. 2 ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞതാണ്. A dolphin sleeps with one eye open. Dolphin എങ്ങനെയാണ് ഉറങ്ങുക? 1 eye open ചെയ്തിട്ടാണ് dolphin ഉറങ്ങുക. Okay. Then all together. Next one, all together. A group of soldiers is called an army. What are groups of the following called? Choose from the box and fill in the blanks. അല്ലേ എന്താണ് ലയൺസിന്റെ ഗ്രൂപ്പിനെയാണ് പ്രൈഡ് എന്ന് പറയാ. ബുക്സിന്റെ ഗ്രൂപ്പിനെ പൈൽ എന്ന് പറയും. ഗെയിംസിന്റെ ഗ്രൂപ്പിനെ ബഞ്ച്. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസിനെ നമ്മൾ ഹീപ്പ് എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ഫിഷിനെ നമ്മൾ സ്കൂൾ എന്നാണ് പറയാ. എ ഗ്രൂപ്പ് ഓഫ് monkeys is called a band. A group of elephants is called a herd, and a group of sticks is called a bundle. Okay. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്
ഫുഡ് അല്ലേ, ഡിഫറെന്റ് റീജിയണൽ ഫുഡ്സിനെ കുറിച്ചാണ്. നമ്മൾ ഇതെല്ലാം എടുത്ത പോർഷൻസ് ആണ്. നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയത്. അപ്പൊ ഫേമസ് ഇന്ത്യൻസ് വരെ, ഗസ് അവർ നെയിം തൊട്ട് ഫേമസ് ഇന്ത്യൻസ് വരെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഗസ് അവർ നെയിം തൊട്ട് ഫേമസ് ഇന്ത്യൻസ് വരെ. എന്താണ് മോളെ റിലു? റിലു ഓക്കെ, ഏതാണ്? ആ ആ ഏതാണ് ഏതാണ് പറയാത്തത് മോളെ? 20ാമത്തെ ദാൽ ബാട്ടി ചൂർമ വെസ്റ്റേൺ ഇന്ത്യ. ഓക്കെ, ഡബ്ല്യു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് മുഴുവൻ പറഞ്ഞതല്ലേ? ഓക്കെ, ദാൽ ബാട്ടി ചൂർമ അതൊന്നുകൂടെ പറയാം. നമ്പർ ഫസ്റ്റ് ചോളെ ഭട്ടൂരെ ഈസ് നോർത്തേൺ ഇന്ത്യ. എഴുതാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഓക്കെ, നോർത്തേൺ ഇന്ത്യ. നമ്പർ 2 മോമോസ് ഈസ്റ്റേൺ. നമ്പർ 3 ടെഫ്ല വെസ്റ്റേൺ ഇന്ത്യ. ബനാന ചിപ്സ് സൗത്തേൺ ഇന്ത്യ. മച്ചൽ ജോൾ ഈസ്റ്റേൺ ഇന്ത്യ. ധോക്ല വെസ്റ്റേൺ ഇന്ത്യ. ഗാഠെ की सब्जी വെസ്റ്റേൺ ഇന്ത്യ. रसगुल्ला ईस्टर्न इंडिया. डोसा एंड सांबर साउथर्न इंडिया. माके की रोटी सारसन का साग is northern India. Appam southern India. Vegan baja eastern India. Curd rice southern India. Vindaloo is in western India. Puri aloo northern India. Srikhand western India. Fish curry and rice eastern India. Rajma chawal northern India. Dal bati churma is in western India. Okay. അപ്പൊ നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് പോർഷൻ തൊട്ട് നമ്മൾ ഇന്നെടുത്ത ഫേമസ് ഇന്ത്യൻസ് വരെയാണ് എക്സാമിന് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ആണ് പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അന്ന് തന്ന പോലെ ഗൂഗിൾ ഫോമിലായിരിക്കും GK-ന്റെ എക്സാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എല്ലാവരും ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, ഒന്നും വിട്ട് കളയാൻ പാടില്ല. ഫസ്റ്റ് പോർഷൻ തൊട്ട് ഇന്ന് എടുത്തത് വരെയുള്ള പോർഷൻസ് വരെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എന്നാ ബൈ.